തൃശൂർ പാലപ്പിള്ളിയിൽ മാലിന്യക്കുഴിയിൽ വീണ ആനയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ കാട്ടാന ചെരിഞ്ഞു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. പുലർച്ചെ 6 മണിയോടെയായിരുന്നു കാട്ടാന സെപ്റ്റിക് ടാങ്കിൽ വീണത്. ആൾ താമസമില്ലാത്ത വീട്ടിലെ മാലിന്യക്കുഴിയിലാണ് വീണത്. രാജു ഗുരുവായൂർ ആണ് ചേരുന്നത്. രാജു, രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഫലം കണ്ടില്ല, എന്താണ് മറ്റു വിവരങ്ങൾ? രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമാക്കിക്കൊണ്ട് ആന ചെരിഞ്ഞതായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. കാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെങ്കിൽ വനംവകുപ്പിന്റെ ഡോക്ടർ വന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആനയുടെ മസ്തകത്തിന് സമീപത്തെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ. കാരണം ആന മലർന്നു കിടക്കുന്ന മട്ടിലാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് സ്വയം മസ്തകം ഉയർത്തി എഴുന്നേൽക്കാനുള്ള ശ്രമം സ്വയം നടത്തിയെങ്കിൽ മാത്രമേ ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുമായിരുന്നുള്ളൂ. എങ്കിലും അത് വളരെയധികം കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് തന്നെ അത് അനക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തീർത്തും ആന തീരെ അനക്കമില്ലാതായിരിക്കുന്നു. ചെരിഞ്ഞു എന്നുള്ളത് ഔദ്യോഗികമായ സ്ഥിരീകരണം നമുക്ക് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ ഇപ്പോൾ സാധിക്കില്ല. എങ്കിലും ആന രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് വനംവകുപ്പിന്റെ ഡോക്ടർ സ്ഥലത്തെത്തേണ്ടതുണ്ട്. ആ ഡോക്ടർ ഇപ്പോൾ വരും എത്തി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ആന ചെരിഞ്ഞു എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നമുക്ക് നൽകാൻ കഴിയുള്ളൂ. എങ്കിലും ആനയെ രക്ഷിക്കാനുള്ള ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെയധികം തീവ്രമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ ആനയുടെ കഴുത്ത് അനക്കാൻ കഴിയാത്ത തരത്തിൽ അവിടെ മണ്ണിനോട് കുടുങ്ങിയിരിക്കുകയായിരുന്നു. ആനയുടെ ആ മസ്തിഷ്കത്തിന്റെ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്തു എങ്കിലും ആനയ്ക്കത് സ്വയം ഉയരാനായിട്ട് കഴിയുന്നില്ല. സ്വയം എണീക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ സ്വയം ഉയർത്തേണ്ടതുണ്ട്. അതിന് ആനയ്ക്ക് സാധിച്ചില്ല. ഒപ്പം കയർ എറിഞ്ഞുകൊണ്ട് ആനയെ രക്ഷപ്പെടുത്താനുള്ള മറ്റു ശ്രമങ്ങൾ നടത്തി എങ്കിലും അതിനോട് പ്രതികരിക്കാൻ ആന വളരെ അവശനായിരുന്നു. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് അതിനോട് പ്രത്യേകിച്ച് പ്രതികരിച്ചിരുന്നില്ല. ആന വളരെ മയക്കത്തിലുമായിരുന്നു, വളരെ അവശനായ സ്ഥിതിയിലായിരുന്നു. ഇപ്പോൾ ആനയുടെ ചലനം തീർത്തും അറ്റുപോയിരിക്കുന്നു. ആന ചെരിഞ്ഞതായിട്ടുള്ള അറിയിപ്പ് ഇനി ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എങ്കിൽ കാഴ്ചയിൽ നമുക്കിപ്പോൾ ആന ചെരിഞ്ഞതായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. അഭിലാഷ്, എന്തായാലും പാലപ്പിള്ളി എലിക്കോട് നഗറിൽ ആണ് കാട്ടാന സെപ്റ്റിക് ടാങ്കിൽ വീണത്. എലിക്കോട് റാഫി എന്ന ആളുടെ സെപ്റ്റിക് ടാങ്കിൽ ആണ് ആന വീണത്. മണിക്കൂറുകൾ നീണ്ട ശ്രമം വിഫലമായി എന്നുള്ളതാണ്. രാവിലെ 8 മണിയോടുകൂടി നാട്ടുകാർ ഈ കാട്ടാനയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. പിന്നീട് JCB അടക്കം എത്തിച്ച് വനം വകുപ്പും ഇത്തരത്തിൽ രക്ഷപ്പെടുത്താനുള്ള ഊർജിതമായ ശ്രമം നടത്തി. മണിക്കൂറുകൾ നീണ്ട ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ ആനയെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. രാജു, ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഔദ്യോഗികമായി തന്നെ ആന ചെരിഞ്ഞു എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതായത് മണിക്കൂറുകളായി ആനയുടെ ജീവൻ നിലനിർത്താൻ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആനയ്ക്ക് അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അങ്ങനെയാണ് ആ വീഴ്ച. പിന്നീട് വെള്ളം അടക്കം ഒഴിച്ചു കൊടുത്ത് ആനയുടെ ജീവൻ നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴത് പരാജയപ്പെടുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. JCB ഉപയോഗിച്ചുകൊണ്ട് ചുറ്റുമുള്ള മണ്ണൊക്കെ നീക്കം ചെയ്തുവെങ്കിലും ആന വീണ ഭാഗത്ത് നിന്ന് ചലിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് ചലിക്കുന്നു എന്ന് പറയുമ്പോൾ ശരീരഭാഗങ്ങൾ അനക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഉയർന്ന് പൊങ്ങുന്നതിനൊന്നും ആനയ്ക്ക് സാധിക്കാതെ പോയി എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജു, തീർച്ചയായും ആന ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നുണ്ട് എങ്കിലും ആന ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ പറയാനായിട്ട് സാധിക്കും ആന ചെരിഞ്ഞിരിക്കുന്നു. ആനയെ രക്ഷിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. JCB കൊണ്ടുവന്ന് അവർ ആനയെ ശരീരഭാഗത്തിൽ ഏറ്റിരുന്ന മണ്ണും കല്ലും ഒക്കെ മാറ്റി കൃത്യമായിട്ട് അതിനെ സ്വയം എണീക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി. എങ്കിലും ആനയ്ക്ക് സ്വയം എണീക്കാനുള്ളൊരു അവശ നിലയിൽപ്പെട്ടു പോയതുകൊണ്ട് എണീക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് എണീക്കാൻ കഴിഞ്ഞില്ല. ഒപ്പം ആന ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ ആനയുടെ കഴുത്തിന്റെ ഭാഗമാണ് ആനയ്ക്ക് പൊന്തിക്കാനായിട്ട് സാധിക്കാതിരുന്നത്. അതിന് മെയിൻ കാരണം
അതിന്റെ അകത്ത് ഈ സ്ഥല പരിമിതി ഉണ്ടായിരുന്നു. ആന കുടുങ്ങി കിടക്കുകയായിരുന്നു. കഴുത്തിന്റെ ഭാഗം മുഴുവൻ കുടുങ്ങിയ രീതിയിലായിരുന്നു. അതിന് അവിടുന്ന് പൊങ്ങാനായിട്ട് സാധിച്ചിരുന്നില്ല. ഒരു അരമണിക്കൂർ മുമ്പ് വരെ ആന ചലിച്ചിരുന്നു. അതിന്റെ ചെവി ആട്ടിയിരുന്നു, തുമ്പിക്കൈ അനക്കിയിരുന്നു, കാലനക്കിയിരുന്നു. അതുപോലെ തന്നെ മസ്തകം മാത്രം അനക്കാൻ പറ്റാത്ത തരത്തിൽ മലർന്നാണ് ആന കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് സ്വയം എണീക്കാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ സ്വയം പൊന്താനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആന രക്ഷപ്പെടുത്താനുള്ള മാർഗം പൂർണ്ണമായും വിഫലമായിക്കൊണ്ട് ആന ഇപ്പോൾ ചെരിഞ്ഞിരിക്കുകയാണ്. അതാണ് മണിക്കൂറുകളായി ആനയെ തിരികെ കയറ്റുന്നതിനുള്ള ഊർജിതമായ ശ്രമം ആണ് നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആന വീണ ഒരു രീതി എന്നത് അത് മലർന്ന് ആയിരുന്നു എന്നുള്ളതാണ് പിന്നീട് അനങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. എന്തായാലും മണിക്കൂറുകളായി ആനയെ പുറത്ത് എത്തിക്കുന്നതിനുള്ള തീവ്രമായ ശ്രമങ്ങൾ ആണ് നടന്നിരുന്നത്. ആ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇപ്പോൾ ആന ചെരിഞ്ഞു എന്ന ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ആണ് പുറത്തു വരുന്നത്. രാവിലെ 8 മണി മുതൽ തുടങ്ങിയ രക്ഷാപ്രവർത്തനം ആയിരുന്നു. ആനയെ തിരികെ കയറ്റുന്നതിന് വേണ്ടി JCB ഉപയോഗിച്ചുകൊണ്ട് സെപ്റ്റിക് ടാങ്കിൻ്റെ ചുറ്റുമുള്ള മണ്ണ് ആണ് ആദ്യം നീക്കം ചെയ്തത്. അങ്ങനെ നീക്കം ചെയ്യുമ്പോഴും ആന അവശനിലയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ആനയ്ക്ക് വെള്ളം ഒഴിച്ചു നൽകി. അങ്ങനെ ഒരു ചെളി രൂപത്തിൽ ആനയ്ക്ക് ചൂട് എടുക്കാത്ത തരത്തിലൊക്കെ കുറച്ചുകൂടി സുഖപ്രദമായ രീതിയിൽ അവിടെ തുടരാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഒരുക്കിയത്. ഏതാണ്ട് 4 മണിക്കൂറായി ആന കുഴിയിൽ തന്നെയായിരുന്നു. തുടക്കത്തിൽ കര കയറുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. JCBയുമായി രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ആന അതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിച്ചത്. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഉപദ്രവിക്കാൻ എത്തുന്നു എന്ന തരത്തിലൊക്കെ ഉള്ള ഒരു രീതിയിൽ ആന പ്രതിരോധിച്ചു. പിന്നീട് നീക്കം ചെയ്യാൻ, അതായത് ഈ മണ്ണ് അടക്കം നീക്കം ചെയ്യാനുള്ള ശ്രമം ഊർജിതമായി മുന്നോട്ട് പോയതാണ്. പക്ഷെ അപ്പോഴും തിരിച്ചടിയാകുന്നത് ആനയുടെ ഒരു വീഴ്ചയിൽ ആന മലർന്നു കിടന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആനയുടെ ശരീരഭാഗത്തോട് ചേർന്നൊക്കെയുള്ള മണ്ണ് JCB ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് നീക്കം ചെയ്യുക എന്നത് പ്രായോഗികമായിരുന്നില്ല. ആനയ്ക്ക് ക്ഷതം ഏൽക്കാത്ത തരത്തിൽ വേണമായിരുന്നു മണ്ണ് നീക്കം ചെയ്യാൻ. അങ്ങനെയുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. ഇപ്പോൾ ആന ചെരിഞ്ഞു എന്ന സ്ഥിരീകരണത്തിലേക്ക് ആണ് എത്തിയിട്ടുള്ളത്. രാജു, ഏതാണ്ട് 4 മണിക്കൂറായി ആനയെ കരകയറ്റുവാനുള്ള ശ്രമം ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് പരാജയപ്പെട്ടു. ഒപ്പം ആന ചെരിഞ്ഞിരിക്കുന്നു. അഭിലാഷ്, തീർച്ചയായും നമുക്ക് വളരെ വേദനയോടുകൂടി തന്നെ പറയേണ്ടി വരും. കാരണം ആന ചെരിഞ്ഞിരിക്കുന്നു. കാരണം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏകദേശം 4 മണിക്കൂർ നേരം കഠിനമായ പ്രയത്നമാണ് ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ചെയ്തിരുന്നത്. അവർ JCB കൊണ്ടുവന്ന് സൈഡിലുള്ള എല്ലാ മണ്ണും കല്ലും, അതിന്റെ ദേഹത്ത് വീണിട്ടുള്ള മണ്ണും കല്ലും എല്ലാം നീക്കം ചെയ്തു. വളരെ ആനയ്ക്ക് മുറിവ് പറ്റാത്ത തരത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ആനയുടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ആനയ്ക്ക് ദേഹത്ത് കൂടുതൽ ഉണർവ് വരാനായി ദേഹത്തേക്ക് വെള്ളം ചീറ്റിക്കൊണ്ടിരുന്നു, വെള്ളം തെളിച്ചിരുന്നു, വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ആന അപ്പോൾ തന്നെ ആദ്യഘട്ടങ്ങളിൽ ആന തുമ്പിക്കൈ അനക്കിയിരുന്നു, അതുപോലെ തന്നെ ചെവി അനക്കിയിരുന്നു, കാലനക്കിയിരുന്നു. അത്തരത്തിൽ ആദ്യം പിൻകാലുകൾ പൂർണ്ണമായും ഈ മണ്ണിനടിയിൽ പെട്ടിരിക്കുകയായിരുന്നു. പിന്നീട് അതൊക്കെ മാറ്റി 4 കാലും ആനയുടെ റിലീസ് ചെയ്തതിന് ശേഷം ആനയ്ക്ക് സ്വയം ഉയരാനായിട്ട് സാധിക്കില്ല. കാരണം അതിന്റെ മസ്തകം ഏകദേശം അതിന്റെ ഈ കുഴിയിൽ വീണിട്ട് അതിന്റെ സൈഡ് പൊന്തിക്കാനാകാത്ത തരത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി അതിന്റെ തലയുടെ ഭാഗത്തു നിന്നുള്ള മണ്ണ് നീക്കുന്നതിനിടയിലാണ് ആന ഇത്തരത്തിൽ ചെരിയാനിട വന്നത്. ഒപ്പം ആനയ്ക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും ചേർന്ന് നടത്തിയെങ്കിലും വിഫലമായി പോയി. ആനയെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. വളരെ ഖേദകരമായ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പറയേണ്ടി വരുന്നത്. തീർച്ചയായും ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. മണിക്കൂറുകളായി നടത്തിയ ശ്രമം വിഫലമാകുന്നു. കാട്ടാനക്കൂട്ടം ആണ് ഇന്ന് പുലർച്ചെ എത്തിയത്. അതിൽ ഒരു കുട്ടിയാന ആണ് ഈ ടാങ്കിൽ, സെപ്റ്റിക് ടാങ്കിൽ പെട്ടുപോയത്. ഒരു പക്ഷേ ആ വീഴ്ചയുടെ ആഘാതത്തിൽ അതിന് എല്ലുകൾക്കൊക്കെ ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ, അത് ഇനി പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ആനയ്ക്ക് അനങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിപ്പോയി. അതിന് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. മണ്ണ് മാറ്റി നൽകിയെങ്കിൽ പോലും
അങ്ങനെ തളർന്നു പോയ ഒരു പശ്ചാത്തലം. ഏറ്റവും ഒടുവിൽ ആന ചിരിഞ്ഞിരിക്കുന്നു.